വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിൽ പുസ്തകമേറ്റുവാങ്ങിയ VS അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ റീത്ത്. കണ്ണൂർ കണ്ണപുരം എടക്കേപ്പുറത്താണ് റീത്ത് വെച്ചത്. കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അനിൽകുമാർ. അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. അർജുൻ, VS അനിൽകുമാറിന്റെ വീടിന് മുന്നിലെ റീത്തിലൂടെ കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധമാണോ കാണുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്? VS അനിൽകുമാറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നത് അത് തന്നെയാണ്. കാരണം മറ്റ് ഒരു പ്രകോപനമോ മറ്റൊരു കാരണമോ തന്റെ വീടിന് മുന്നിൽ ഇത്തരം ഒരു റീത്ത് വെക്കാൻ നിലവിൽ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 5 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ റീത്ത് വെച്ച കാര്യം വരുന്നത്. രാവിലെ അദ്ദേഹത്തിന്റെ മകൻ ഫുട്ബോൾ കോച്ചിങ്ങിന് പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് മകനെ ഫുട്ബോൾ കോച്ചിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ മകൻ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ ഗേറ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു റീത്ത് വെച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അതോടുകൂടി തന്നെ അനിൽകുമാറിനെ മകൻ ഈ കാര്യം അറിയിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇപ്പോൾ കണ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് CPIM-ൽ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി കുഞ്ഞികൃഷ്ണനെ നടപടി നേരിട്ട, അല്ലെങ്കിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത്. ആ ചടങ്ങിൽ പുസ്തകം പ്രകാശനം ചെയ്തത് ജോസഫ് T. മാത്യു ആണ്. ആ പുസ്തകം ഏറ്റുവാങ്ങിയത് VS അനിൽകുമാറാണ്. ആ പരിപാടിയിൽ അദ്ദേഹം CPIM-നെ വിമർശിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രസംഗമൊക്കെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതികാര നടപടിയായിരിക്കാം ഇത് എന്നുള്ളതാണ് അദ്ദേഹം കരുതുന്നത്. അദ്ദേഹം ആ കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അതിലെ ഒരു വൈരാഗ്യത്തിലായിരിക്കാം ഇത് ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോൾ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. കൃത്യമായ ഒരു ഭാഗത്ത് CPI മറുപടി നൽകി പോകുന്നതും പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതും ഒക്കെ നമുക്കാണ്. പുസ്തകം ഏറ്റുവാങ്ങിയ അനിൽകുമാറിന്റെ വീടിന് മുമ്പിൽ ഒരു റീത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു മുഖമില്ലാത്ത പ്രതിഷേധമാണത്. ആരാണത് വെച്ചത് എന്നത് സംബന്ധിച്ച് സ്വാഭാവികമായും സംശയത്തിന്റെ മുന നീളാൻ പോകുന്നത് CPIM പ്രവർത്തകരിലേക്ക് തന്നെയാണ്. CPIM നേതൃത്വം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും.